പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ആൻഡ്രോസ് കണ്ടോ ആദ്യം അന്യം പോലെയായിരുന്നു നമ്മൾ പുള്ളി കഴിഞ്ഞപ്പോൾ അന്യൊക്കെ പോവോ അന്യൻ ഒന്നുകൂടി അന്യ 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 അന്യൻ അന്യ അന്യൻ ആ പൊടി പറ്റിക്കോളൂ. ഇതേ സിനിമ നടിയാ ഒറ്റയടിക്ക് മുടി മാറ്റി കായ്സ് മുടി താഴത്തേക്ക് ഇട്ടിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് മുടി മുഴുവൻ കളഞ്ഞു. ആൻഡ്രോസ് ഇന്ന് കോട്ടിട്ടാണ് നിൽക്കണേ കായ്സ്. തണുത്തിട്ടാൻ തോന്നുന്നു. തണുത്താരനെ കോട്ടിട്ടിരിക്കണം. അതാ കായ്സ് നമ്മുടെ അമ്മ എത്തിയിരിക്കുന്നത് കായ്സ്. അമ്മയ്ക്ക് ഇന്ന് ഒരുപാട് പണിയുണ്ട് കായ്സ്. കായ്സ് ഇതൊക്കെ മടക്കി വയ്ക്കണം കായ്സ്. നമ്മുടെ ആ സന്തോഷം കണ്ടോ കായ്സ്. നമുക്ക് നാളൊന്നു ആൻഡ്രോസ് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കായ്സ്. അമ്മ ഇന്ന് പുതിയൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊരു പലഹാരം? ഉണ്ടംപൊരി. വെറൈറ്റി ആയിട്ട് അമ്മ എന്ത് ചെയ്തിട്ടുണ്ട് കായ്സ്? നൊസ്റ്റാൾജിക് സാധനം. നമുക്ക് അമ്മയുടെ പിന്നാലെ പോയി ആ സാധനം കിട്ടാൻ നോക്കാം. പറയൂ കായ്സ്. എവിടെയാണോ? ഇവിടെയല്ല. അമ്മ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഗായ്സ്. Oh my god, what is this? Unbelievable. എന്നിട്ടാ പഴണ്ട ഗായ്സ്, പഴണ്ട. പഴണ്ടയാ? പഴകൊണ്ടില്ല പഴണ്ട. നവലോസുണ്ടയാ? ആവലോസുണ്ടയാ? പഴം കൊണ്ട. പിന്നെ അവലോസുണ്ട പഴല്ല. ഗായ്സ് അമ്മ കൃഷി ചെയ്ത പഴമാണ് ഗായ്സ്. പഴം കറുത്തുടങ്ങി ഗായ്സ്. അപ്പൊ വേഗം തീരാൻ വേണ്ടിട്ട് അമ്മ ചെയ്ത പണിയാണ് ഗായ്സ്. ആ ചീരി നോക്ക്. നോക്കു ഗായ്സ് ഇന്ന് ക്ലോസപ്പ് നോക്കു ഗായ്സ് ഇന്ന് എന്തിട്ടാണ് അവലോസുണ്ട് പഴത്തോണ്ടുണ്ടാക്കുക. അവലോസ് പൊടിയിൽ പഴം മിക്സ് ചെയ്താണ് ഗായ്സ്. അങ്ങനെയാണ് ആരും റോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവലോസുണ്ട് അരി പുറത്ത് പിടിച്ചുണ്ടാക്കിയത്. കഴിക്കൂ ഗായ്സ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ കഴിക്കുന്നത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. തിന്നടാ ടേസ്റ്റ് പറയാം റോസ് തുറന്ന് പറയല്ലോ. പറയാൻ റോസ് എങ്ങനെയുണ്ട്? ഓ മൈ ഗോഡ് എത്ര തിന്നും? ഇപ്പം അറിയാം 5 എണ്ണം തിന്നും ഗായ്സ്. ആൻഡ്രോസ് 5 എണ്ണം 6 മാസം പറഞ്ഞ. അപ്പം ആൻഡ്രോസ് നമ്മുടെ ഉണ്ടാക്കി ഹിറ്റാക്കിയിട്ടുണ്ട്. 6 മാസം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഗായ്സ്. ഇനി അമ്മ കഴിക്കുമ്പോൾ അറിയാം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന്. അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഗായ്സ്. അമ്മ ഇതാണ് ഇടവളി കഴിച്ചു വളർന്നിട്ടുണ്ട്. അതെ അമ്മയ്ക്ക് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ആ ഓർമ്മയിൽ നിന്ന് നൊസ്റ്റാൾജിയായിട്ട് വന്നതാണ് ഗായ്സ്. നോക്കൂ, നിങ്ങൾ ഒന്നുകൂടി നോക്കൂ. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത കാരണം ഒന്ന് കണ്ട് ആസ്വദിക്കൂ. പിന്നെ എന്താ വേണ്ടത്? ആൻഡ്രോസിന് നാളെ ഒരു പരീക്ഷ കൂടെയുള്ള ഗായ്സ്. അത് കഴിഞ്ഞാൽ സെമസ്റ്റർ ആണല്ലോ. 6 മാസത്തിന് ഒരു പരീക്ഷയുള്ള ഗായ്സ്. നമ്മുടെ ആൻഡ്രോസും അമ്മേനെ ഡിഗ്രേഡ് ചെയ്തു ഗായ്സ്. ഉണ്ട മതി എന്നാണ് പറയുന്നത് ഗായ്സ്. പിന്നെ അമ്മയുടെ ഉണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് വട്ടിയെടുത്ത് അടിക്കുന്നുള്ള സംശയം മാത്രമുള്ള ഗായ്സ്. നൊസ്റ്റാൾജിയ തിരിച്ചു കൊടുത്തു ഗായ്സ്. വാവ് ഇനി ന്യായങ്ങൾ വരുന്നു ഗായ്സ്. അമ്മയുടെ ന്യായം വന്നു. അർണോസിന് ഇഷ്ടമായ അർണോസ് കഴിച്ചു കഴിയാറായപ്പോൾ ചിലപ്പോൾ ഇഷ്ടമാവും. അതാണ് അർണോസിന്റെ കാര്യം. ഇല്ല തന്നെ പറയാം. കുറച്ച് അറിയിക്കട വെളിച്ചത്തേക്ക് പോയോ കാണാനില്ല. അർണോസ് തറക്കെടുത്ത് കളിക്കുന്നുണ്ട് ഗായ്സ്. അർണോസിനെ അപ്പൊ നാളെ ഒരു പരീക്ഷ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അർണോസിന്റെ ആഘോഷമാണ്. നാളെ ഒരു വീഡിയോ ഏത് വീഡിയോ? അവന്റെ ആഗ്രഹം പറഞ്ഞിട്ടൊരു വീഡിയോ ഇറങ്ങുന്നുണ്ട്. അവന്റെ ആഗ്രഹത്തിന്റെ പേരിൽ ഒരു വീഡിയോ ഇറങ്ങുന്നത് പറയുന്ന കഴിച്ചാൽ നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യാം കഴിച്ച്. നമുക്ക് തീരെ പറ്റില്ല. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊക്കെ പറയുമ്പോൾ കണ്ട അലിന്റെ സന്തോഷം. അലിന്റെ സൈക്കിളിലെന്ന് പറയണ. ഓക്കെ പിന്നെ നമ്മുടെ അർണോസിന് നാളെ തന്നെയാണ് സെലിബ്രേഷനും. നാളെ ഉച്ചവരെ പരീക്ഷ. അത് കഴിഞ്ഞാൽ സെലിബ്രേഷൻ. അതാ നമ്മുടെ കന്യാസ്ത്രീ കുട്ടി വരുന്നു. ആ തലയിൽ തുണിട്ടിട്ട് പാത്തുമ്മയാണോ? ആ പാത്തുമ്മയാണ് കാര്യം. നമ്മുടെ പാത്തുമ്മയാണ് നോക്കൂ കാര്യം. അതുകൊണ്ട് തന്നെ അവളെ മുഖം തുടക്കും. അത് കാരണം കുഴപ്പമില്ല. വേറെ ആരും തുടക്കണില്ല. അവളെ തുടക്കില്ല. അതുകൊണ്ട് അർണോസിന് പുതിയ വിശേഷം എന്തെങ്കിലും പറയാനുണ്ടോ? ചൂല ചൂലിനെ കപ്പെടുത്തിട്ട് ഉണ്ടാക്കിയ സാധനമാണ് കായ്സ്. പുതിയ ടോയ്. ആൻഡ്രോസ് പുതിയ വിശേഷം എന്തെങ്കിലും പറയണ്ടോ? സ്കൂളത്തെ വിശേഷം എന്താ ഉണ്ടായിരുന്നു? ആൻഡ്രോസ് പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞോ? ഇന്നലെ ആൻഡ്രോസ് അമ്മാമയ്ക്ക് പിടിച്ചല്ലേ? ആൻഡ്രോസ് അമ്മാമ പാട്ട് പഠിച്ചാണ് കായ്സ് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ല ഇത് സാരിയാ. അതാ ആൻഡ്രോസ് സാരി എടുക്കാൻ പഠിക്കുന്നു. ചേട്ടൻ അവിടെ കാർ ഓടിച്ച് കളിക്കുന്നു കായ്സ്. അപ്പോൾ ഇന്നത്തെ കൂടെ അവസാനിക്കാം. എന്തൊരു പറയാനുള്ള ആൻഡ്രോസിനെ? ഏത് സാധനം? താലിയോട് കിട്ടി ടീച്ചർമാരാ? ആ ടീച്ചർമാര് സാരി തല ചുറ്റില്ല. അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ആൻഡ്രോസിന് സാരി എടുക്കാത്ത കാരണം തക്കെടുത്ത് ചുറ്റുന്നു കായ്സ്. അങ്ങനെ അവൾ ആശ തീർക്കുന്നു കായ്സ്. അങ്ങനെ ആൻഡ്രോസിന്റെ ആശ തീർത്തിട്ട് നമ്മൾ ഇന്നത്തെ അവിടെ അവസാനിക്കാണ് കായ്സ്. ബൈ. കലിപ്പ് കട്ടക്കലിപ്പ്. ഹലോ ഗായ്സ്, ഞങ്ങൾ കൊട്ടക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വാഹനത്തിന്റെ പൊക്ക ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നാണ് ആ ദിവസം. ഇനി ക്യാമറകളൊക്കെ പിടിക്കുന്നു പറയുന്നത്.
ക്യാമറയിൽ ഇൻഷുറൻസ് ബൈക്കിന് അടയ്ക്കാത്തതിൻ്റെ പേരിൽ 2000 രൂപ ഫൈൻ എന്ന് പറയുന്നത്. അവിടെ ചേട്ടൻ്റെ പണി അത് വേറെ ദിവസം പറയാതെ ഞങ്ങളുടെ നാട്ടുകാരാണ് ഗൈസ്. ഹെൽമെറ്റ് വയ്ക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പെറ്റി കിട്ടി. അതിൻ്റെ ക്ഷീണം മാറണം. ഇനി കാറിൽ കെട്ടണ വെച്ചിട്ട് കാറിൻ്റെ പോക്കറ്റ് അടിക്കാൻ പോവാണ് ഗൈസ്. പെറ്റി കിട്ടി കഴിഞ്ഞാൽ 2000 രൂപ ഫൈൻ വരും. അതാ ഞങ്ങൾ പാടത്തേക്ക് പോകുന്നു. ഇവിടെ ഒരു കോളേജ് ഉണ്ട് ഗൈസ്. ഷെയ്ൻ സ്റ്റാർട്ട് അക്കാദമിയുടെ ഒരു കോളേജ് ഉണ്ട് ഗൈസ്. കാലത്ത് ഉച്ചയ്ക്ക് 2 ബാച്ച് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഞങ്ങളുടെ കള്ള് ഷാപ്പുണ്ട് ഗൈസ്. പാടം ഇപ്രാവശ്യം കുറിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മുൻകൈയെടുത്ത റോഡാണ് ഗൈസ്. ഇത് ഇവിടുന്ന് കുളങ്ങാട്ടുകാരെ വഴിയുണ്ട് ഗൈസ്. നമ്മളിനി മെയിൻ റോഡ് പിടിക്കും. ഈ വഴി ഉൾവഴിയായിട്ട് ഇനിയുണ്ട്. ഏത് വഴി? ലെഫ്റ്റോട്ടുള്ള വഴി. അതും വഴിയാ? മെയിൻ റോഡല്ലേ? ലെഫ്റ്റോട്ടുള്ള വഴി. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ അത് ലെഫ്റ്റിലേക്ക് ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കണ്ടാ. പിന്നെന്താ അങ്ങനെ നമ്മൾ കൊട്ടക്കാട് പള്ളിയുടെ മുമ്പ് കൂടെ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതാണ് കൊട്ടക്കാട് പള്ളി. ഈ പ്രാവശ്യം പള്ളിയുടെ പുള്ളിലെ മാതാനം വെച്ചിട്ടുണ്ട് ഗൈസ്. ആ മാതാനം ആദ്യം പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ പുറത്തല്ലേ? പുറത്ത് വലിയ മാതാവുണ്ട്, കാണുന്നത് തോന്നില്ല. പക്ഷെ നമ്മളെക്കാട്ടും ഭയങ്കര ഐറ്റിലാണ്. അതെ ഗൈസ്, അങ്ങനെ എത്തിയിരിക്കുന്നു ഗൈസ്. തുറന്നുണ്ടോ? ആരുമില്ല. ഇല്ല ഗൈസ്. വണ്ടി തിരിച്ചിട്ടുണ്ടേ? എന്തിനാ ഗൈസ്? ഞങ്ങളങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഒരുപാട് ഡീസൽ പോകും ഗൈസ്. ഡീസൽ ഓടിക്കും, ചെക്ക് ചെയ്യും, വൈബ്രേഷൻ ചെക്ക് ചെയ്യും. എന്തിനാ അതൊക്കെ ചെക്ക് ചെയ്യണം? ചെയ്താലും പാസ്സാവണം. ഹോട്ടൽ മാത്രം വൈബ്രേഷൻ കല്യാണമാണല്ലോ വണ്ടിയുടെ പുൽക്കൂട് പണിയാണേ. പച്ച ഷീറ്റ് മറച്ചുകൊണ്ട് നമ്മുടെ പിള്ളേർ പുൽക്കൂടിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഗൈസ്. ക്രിസ്മസിന് നല്ലൊരു പുൽക്കൂട് നമുക്ക് കാണാൻ സാധിക്കും ഗൈസ്. നല്ലൊരു പുൽക്കൂട് നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മുടെ വീട്ടിൽ അതിനെക്കാട്ടും കിട്ടില്ല പുൽക്കൂടുണ്ടാവും ഗൈസ്. അലിൻ റോസ് യൂട്യൂബ് ഞാനൊന്നും ഉണ്ടാക്കണില്ല. അപ്പൊ ഗൈസ് പുൽക്കൂടിന്റെ പരിപാടി ക്യാൻസൽ. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിക്കൂടെ. അലിൻ റോസിന്റെ പോലെ പുൽക്കൂട് ഉണ്ടാക്കാൻ ഒരു ആളും ഇല്ല ഇവിടെ. അലിൻ റോസിന്റെ ട്രീയുടെ കൺസെപ്റ്റ് കൂടുന്നതാണ് ഗൈസ്. ഇപ്പൊ ആൾക്ക് ടഫാന്ന് തോന്നിയപ്പോൾ പിന്നെ അറിയുന്നു തോന്നുന്നു. അതിന് സാധനം കാണും. ഗൈസ് നോക്കൂ ഗൈസ്, അതിന് സാധനങ്ങൾ കാണും. സാധനങ്ങളില്ലാണ്ട് ഏത് പുൽക്കൂടാണ് ഉണ്ടാക്കാൻ പറ്റിയ ഗൈസ്? അലിൻ റോസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഗൈസ്. എനിക്ക് ട്രീ ഉണ്ടാക്കിയിരുന്നു. അല്ല, മരത്തിന്റെ ഒരു ട്രീ വെട്ടി തരണം. അതോടെ നോട്ടാ നമ്മുടെ പള്ളി. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. അമ്മ എത്തിയിട്ടുണ്ടാവും ഗൈസ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ വീട്. ലൈറ്റ് രാത്രിയിൽ ഗൈസ്. ഇതല്ലാത്ത അടുത്ത വീട് സൈഡിലൊക്കെ ഉണ്ട്. ഒരു കടയിലേക്കുള്ള അത്രയും സ്റ്റാറും കാര്യങ്ങളും ഈ വീട്ടിലുണ്ട്. ആ വീടിന്റെ പുതിയ ഉദ്ഘാടനം ആദ്യത്തെ ക്രിസ്മസ് ആണ് അല്ലേ? വീടിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. നിറച്ച് സ്റ്റാറും നിറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഗൈസ്. ഒരു കലക്കും അവർ ക്രിസ്മസ്. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വലിയ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഗൈസ്. വേറെ ഇംഗ്ലീഷ് മീഡിയം അല്ല, ICSC. എന്താണ് സ്കൂളിന്റെ പേര്? ICSC സിലബസിന്റെ പേര്. സ്കൂളിന്റെ പേര് സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗൈസ്. ICSC പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാം ഗൈസ്. സെന്റ് ആൻസ് സ്കൂൾ. വലിയ ഗ്രൗണ്ടും വലിയ സ്കൂളും നോക്കൂ ഗൈസ്. നമ്മുടെ സെന്റ് ആൻസ് സ്കൂൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഗൈസ്. 200 മീറ്റർ ഒക്കെ ഉണ്ടോ? നോക്കി നോക്കാം. 200 മീറ്റർ കറക്റ്റാണ് ഗൈസ്. 1.5 കിലോമീറ്റർ കോട്ടയാട്ടി. 2 മിനിറ്റായി. 200 മീറ്റർ കറക്റ്റ് ഗൈസ്. 200 മീറ്ററിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിലെത്തും. ഞങ്ങളുടെ വീട് അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. 200 മീറ്റർ സ്കൂള്, 1 കിലോമീറ്റർ പള്ളി, 1 കിലോമീറ്റർ ഇല്ലല്ലോ. 100 മീറ്റർ ഏതാ വില്ല. 100 മീറ്ററിൽ വില്ലുണ്ട് ഗൈസ്. മാൽബറി ഹോം വില്ല. പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ല ഹെൽത്ത് സെന്റർ, ആരോഗ്യ കേന്ദ്രം. അതും വെറും 300 മീറ്ററിൽ. ഹെൽത്ത് സെന്റർ 300 മീറ്റർ ഒന്നുമില്ലായിരുന്നു. കേട്ടോ 250 ഉണ്ടാവില്ല കേട്ടോ. വിഷമിക്കണ്ട.
വന്നിരുന്നു. പിന്നെ അമ്പലം, മുസ്ലിം പള്ളി, കടകള്, ബേക്കറി, ഹോട്ടൽ, ATM, അത് ഇത് എല്ലാം 500 മീറ്ററിനുള്ളിൽ. ഇനി എന്നിട്ട് വേണ്ട. അപ്പോൾ ഞങ്ങൾ വീട് കയറാൻ ഞങ്ങൾ പറയും. എല്ലാരും വരും. താല്പര്യമുള്ളവർ എന്ത് ചെയ്യാൻ കൊണ്ടുവരും കാരണോണ്ട് ആൾക്കാർ, മേടിക്കാനുള്ള ആൾക്കാർ. ആ ഞങ്ങളെ വീടെത്തി ഗായ്സ്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെത്തി ഗായ്സ്. അമ്മ എത്തിയിട്ടില്ല, ഞങ്ങൾ തന്നെ ഫസ്റ്റ്. ഇനി നമുക്ക് പഠിക്കാം ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 3 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ് ഗായ്സ്. 3 കിലോമീറ്റർ കൊട്ടയടയ്ക്ക് 1 കിലോമീറ്റർ പറഞ്ഞിട്ട് 1 കിലോമീറ്റർ. ചില്ലൊക്കെ കയറ്റിക്കോ പിള്ളേരെ. എല്ലാവരും ചിലവായിട്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ കുറച്ച് വളരെ വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. തിരക്കില്ലാത്ത വേഗം വരാൻ പറ്റി ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഞങ്ങളോട് അവസാനിക്കുകയാണ് ഗായ്സ്.